കരുത്താർജിക്കുന്ന കോൺഗ്രസിനെ ഇടിച്ചു നിർത്തുന്ന പുതിയ അടവുമായിട്ടാണ് ബി.ജെ.പിയുടെ വരവ്. വരുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മേൽ ഒരു ചീട്ട് വെച്ച് പൊളിച്ചടക്കുവാനാണ് ശ്രമം. പക്ഷേ അങ്ങനെയൊന്നും തകരില്ല എന്ന് തെളിയിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ആസാം മുഖ്യമന്ത്രി കോൺഗ്രസിന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പിന്തുണയുണ്ടെന്നും പറഞ്ഞ് രംഗത്തേക്ക് വന്നത്. കോൺഗ്രസിന് വേണ്ടിയിട്ട് 5000 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രത്യേകിച്ച് വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുറന്നു പറഞ്ഞത്. 47 രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് ഇതിൽ കൂടുതൽ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ കോൺഗ്രസിനെ ഒരു രാജ്യവിരുദ്ധ പ്രസ്ഥാനമാക്കി മാറ്റുവാനാണ് അതിലൂടെ മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഒരു പ്രത്യേക കോൺഗ്രസ് നേതാവിനെയും ഇവർ ഫോളോ ചെയ്യുന്നില്ല എന്നും ഇത് കോൺഗ്രസിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് കുറച്ച് മാസങ്ങളായി പ്രധാനമായും പ്രവർത്തിക്കുന്നത് എന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു വെച്ചു. ഈ അക്കൗണ്ടുകൾ രാഹുൽ ഗാന്ധിയെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ പിന്തുടരുകയോ കമന്റ് ചെയ്യുകയും ചെയ്യുന്നില്ല എന്നും ഒറ്റ നേതാവിനെയും കോൺഗ്രസിനെയും മാത്രം കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു വെച്ചു. ഹിമന്ത ബിശ്വ ശർമ്മ പ്രത്യേകമായി ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയിയുടെ പേര് തന്നെയാണ് ലക്ഷ്യമിട്ടത് എന്ന് ഉറപ്പാണ്. അസം രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും വിദേശ ഇടപെടൽ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണിത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ കേന്ദ്ര സർക്കാരിന് വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ഹിമന്ത പറയുകയാണ്. പക്ഷെ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വേളയിൽ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിനെതിരെ പറഞ്ഞ ഈ പ്രസ്താവന അസമിൽ കോൺഗ്രസ് കരുത്താർജിക്കുന്നത് കണ്ട് പേടിച്ചിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അസമിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പ്രതിപക്ഷ ഉപനേതാവിനെ വരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന. അതുകൊണ്ട് തന്നെ അസം കോട്ട പൊളിയുമെന്ന് ഉറപ്പായപ്പോഴുണ്ടായ പേടിയിൽ നിന്നും ഉണ്ടായ വാക്കുകളാണ് ഇത്. അതിന് പുല്ല് വില പോലും നൽകുന്നില്ല. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് കോൺഗ്രസ് ഒരുക്കിയത്. അതിൽ പ്രത്യേകിച്ച് കർണാടക കോൺഗ്രസ് നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 30,000 നോട്ട് പുസ്തകങ്ങൾ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ചിത്രം തീർത്തുകൊണ്ടാണ് ആഘോഷമാക്കിയത്. ഈ നോട്ട് പുസ്തകങ്ങൾ ഉടൻ തന്നെ അർഹരായ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ബംഗളൂരുവിലെ സെൻട്രൽ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ട്രൈസൈക്കിളുകളും വീൽ ചെയറുകളും ലാപ്ടോപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു കഴിഞ്ഞു. കർണാടക യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ HS മഞ്ജുനാഥിന്റെ നേതൃത്വത്തിലുള്ള നേത്ര രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിക്ക് ദൈവം ആരോഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. രാജ്യത്തിനായി അദ്ദേഹം നിരവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പിറന്നാളോടനുബന്ധിച്ച് ജാതി സെൻസസ് സംബന്ധിച്ച പരിപാടി ആസൂത്രണം ചെയ്തുവെന്നും മന്ത്രിസഭാ യോഗം കാരണമാണ് അത് മാറ്റിവെച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് ഊർജ്ജസ്വലമാവുകയാണ്. അപ്പോഴാണ് ഇരുട്ടടി പോലെ അടിക്കാനായിട്ട് ബി.ജെ.പിയുടെ വക ഒരു രാജ്യദ്രോഹ കുറ്റം തലയിൽ ചുമത്തുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് വീഴുകയില്ല. ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തീരുമ്പോൾ ഒരു വലിയ തോതിൽ കരുത്താർജിച്ച് കത്തിജ്വലിക്കുന്ന ഒരു കോൺഗ്രസിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല.